ഒരു മുസ്ലിം ലീഗ് നേതാവ് തന്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെ പറ്റി പറയുന്ന വീഡിയോയാണിത്. 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ചായനയെ പോലെ ഒരു യുവതിയെ ഈ വാർഡിനെ സേവിക്കാൻ പറ്റിയത്. UDF എന്ന പൊളിറ്റിക്കൽ പാർട്ടി യൂണിയനിൽ നിന്നുകൊണ്ട് പറയുകയാണ്, 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് ജനങ്ങൾക്ക് വലിയ ഭാഗ്യമാണെന്ന്. നമ്മുടെ പഞ്ചായത്തുകളില് മൗലൂദല്ല നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മതവും മതചര്യവും നോക്കിയിട്ടല്ല. പൊതുവെ ഇങ്ങനത്തെ പരാമർശമൊക്കെ അങ്ങ് നോർത്തിലാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഇതിനെ എതിർക്കുന്നതും വിമർശിക്കുന്നതുമായ ഒരു ടീമാണ് നമ്മുടെ UDF. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള പരിപാടിയാണ്. ഇവർ ഈ മെയിനായിട്ട് ഭൂരിപക്ഷമുള്ള ആൾക്കാരുടെ വിശ്വാസം വോട്ടായിട്ട് കൺവേർട്ട് ആക്കി ജയിക്കാനാണ് എപ്പോഴും നോക്കാറ്. ഒരു പാർട്ടിയെ മുഴുവനായിട്ടും കുറ്റപ്പെടുത്തല്ല, എന്നാലും ഇങ്ങനെ ചില ആൾക്കാർ എല്ലാ പാർട്ടിയിലും കാണും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഏത് പാർട്ടി ആയാലും കഴിവുള്ളവരെ വിജയിപ്പിക്കുക. ഈ മതം പറഞ്ഞു വരുന്നവരോട് അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ പോയിട്ട് ഇരിക്കാൻ പറയാ. പാർലമെന്റും പഞ്ചായത്തും അവർക്കുള്ളതല്ല.